ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ അധികാരം പിടിക്കുക എന്നുള്ളത് അതിപ്രധാനമായിരുന്നു. ആ ആഗ്രഹം അത്രയും വലുതായിരുന്നു. അതിനുവേണ്ടി അത്രയും പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ബിജെപി. ഇപ്പോൾ അധികാരത്തിലേക്ക് അവിടെ എത്തുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഡൽഹി ബിജെപി പിടിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പല മണ്ഡലങ്ങളും നേരിയ മാർജിനിലാണ് ഉള്ളത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആഹ്ലാദം അടക്കി നിൽക്കുകയാണ് ബിജെപി പ്രവർത്തകർ. ഇതുവരെയും അവിടെ ജിലേബി പൊതികളൊന്നും തുറന്നിട്ടില്ല, പടക്കം പൊട്ടിച്ചിട്ടില്ല. ആഹ്ലാദ ആരവങ്ങൾ ഉള്ളിലൊതുക്കി അവിടെ കഴിയുകയാണ് ബിജെപി പ്രവർത്തകർ. കാരണം ഇനിയും പല സീറ്റുകളിലും ഫലം ഒരുപക്ഷെ മാറി മറിയുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ ആണ് എന്നുള്ള വാർത്ത പുറത്തേക്ക് വരികയാണ്. 225 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ അവിടെ പിന്നിൽ നിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടാൽ അതുപോലൊരു ക്ഷീണം ഇനി ആപ്പിന് വരാനില്ല. അത്ര വലിയ ക്ഷീണമായിരിക്കും അരവിന്ദ് കെജ്രിവാൾ സഭയിൽ പോലും ഇല്ലാതിരിക്കുക എന്നുള്ളത് ആപ്പിനെ സംബന്ധിച്ചിടത്തോളം. അത് പൂർണ്ണമായും ആപ്പിൻ്റെ ഒരു പരാജയത്തിന് ആപ്പടിക്കുന്നത് പോലെ തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയം അവിടെ ഉണ്ടാവുക. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അങ്ങനെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പരാജയത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരത്ത് തുടരുന്നുണ്ട്. ശരത്ത്, ഏതൊക്കെ മണ്ഡലങ്ങളാണ് അവിടെ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നത്? എവിടെയൊക്കെയാണ് നേരിയ ഭൂരിപക്ഷവുമായി ഇങ്ങനെ വിധിയിൽ വളരെ നിർണായകമായി മാറുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട 500-ൽ താഴെ ഭൂരിപക്ഷമുള്ള ഒന്ന് കരോൾ ബാഗുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റേൺ ഡൽഹിയുണ്ട്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം മുസ്തഫ നഗറിലാണ്. മുസ്തഫ നഗറിൽ BJP ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. മുസ്തഫ നഗറിൽ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം മുസ്തഫ നഗർ നമുക്കറിയാം കലാപങ്ങളും അതുപോലെ വളരെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ അവിടെയും BJP 640 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇങ്ങനെ നേരിയ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ പോലും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം ഇതേ രീതിയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഡ് നേരിയതാണ്. ഇതൊക്കെ ചുരുക്കത്തിൽ പറയുമ്പോൾ ലക്ഷ്മി വളരെ നിർണായകമാണ്. നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. കാരണം BJP ഓഫീസിൽ പതുക്കെ ആരവങ്ങൾ ഉയരാൻ തുടങ്ങുന്നുണ്ട്. കാരണം വോട്ടെടുപ്പിന്റെ കെജ്രിവാൾ താഴോട്ട് പോയി എന്നുള്ള ഒരു വാർത്ത ഇവിടെ ഫ്ലാഷ് ആയതുപോലെ പുറത്തു വന്നതോടുകൂടി അതിനൊരു ആഹ്ലാദം ഇവിടെ BJP പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം BJPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന പർവേഷ് വർമ്മ. അത് സാബ് സിംഗ് വർമ്മയുടെ മകനാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം വീണ്ടും മുന്നിലേക്ക് വന്നു എന്നതിന്റെ ഒരു ആരവമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും ലക്ഷ്മി പാൽപ്പ പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമാണ് ഈ 15 മണ്ഡലങ്ങൾ. പക്ഷേ എന്നാൽ പോലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പറയേണ്ടി വരും, ഈ 15 മണ്ഡലങ്ങളിൽ ഇതുവരെ ഒരു മാറ്റിമറിച്ചിലുകൾ 10 മണ്ഡലങ്ങൾ വന്നിട്ടില്ല. ഈ 500-600 ലീഡ് നിലയിൽ തന്നെ BJP തുടരുകയാണ്. അതിൽ നിന്ന് മാറി വരുന്ന മണ്ഡലങ്ങളിൽ ഒരു 5 എണ്ണം മാത്രമേ മാറി വരുന്ന മണ്ഡലങ്ങളുള്ളൂ. ഒന്ന് ന്യൂഡൽഹി മേയർ കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലം, പിന്നെ അതിഷിയുടെ കൽക്കാജി, അതുപോലെ തന്നെ ജംഗ്പുര തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഈ മാറ്റിമറച്ചിലുകൾ ഏറെ ഉണ്ടാവുന്നത്. അതത് മധ്യ ഡൽഹിയിൽ ന്യൂഡൽഹി ഏരിയയിലും അതേപോലെ ഈസ്റ്റ് ഡൽഹി ഏരിയയിലുമാണ് ഈ മണ്ഡലങ്ങളെ മാറിമറിച്ചിലുള്ളത്. ഇടത്തരക്കാർക്കും അതേപോലെ തന്നെ ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളുള്ള മണ്ഡലങ്ങളിലുള്ള മുന്നേറ്റമുള്ള ഈ 10 മണ്ഡലങ്ങളാണ് ആപ്പിനും BJPക്കും എങ്ങോട്ടാണോ എപ്പോഴാണോ മറിയുക എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈസ്റ്റ് ഡൽഹിയിലെ മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിലും ഈ രീതിയിൽ 600-ലും 700-ലും ഇടക്കാണ് ഭൂരിപക്ഷം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് BJP ആസ്ഥാനത്ത് ഒരു ഉള്ളിൽ ആഹ്ലാദം ഒതുക്കി വെച്ചിരിക്കുന്നത്. ഏത് സമയവും ഒരു കംഫർട്ട് സോണിലാവുന്ന സമയത്തേക്ക് പൊട്ടിത്തെറിക്കാനും അല്ലെ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനുള്ള എല്ലാ വസ്തുവകകളും, അത് പടകം, ജിലേബി, തോരണങ്ങൾ, കൊടി എല്ലാവരും ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തെടുക്കാൻ നേതാക്കൾ തയ്യാറല്ല. ഈ വാർ റൂമിന്റെ അകത്ത് സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള BJP സ്പോക്സ് പേഴ്സൺമാരടക്കമുള്ള ദേശീയ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വാർ റൂമിലാണ്. BJPയുടെ അധ്യക്ഷന്റെ പ്രത്യേക തയ്യാറാക്കിയ റൂമിലാണ് അവർ ചർച്ച ചെയ്യാണ്, അല്ലെ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന
ലഭിക്കുന്ന വിവരങ്ങൾ അനാലിസിസ് ചെയ്യുകയാണ്. എത്രത്തോളം വരാം, ഏതായാലും അരമണിക്കൂറിനിടക്ക് ഇക്കാര്യങ്ങളിൽ തീരുമാനമാകുമെന്ന് തന്നെയാണ് BJP നേതാക്കൾ നമ്മളോട് പറയുന്നത്. അരമണിക്കൂർ കൂടി കാത്തിരുന്ന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച ആഹ്ലാദ പ്രകടനങ്ങൾക്ക് തുടക്കമിടും എന്ന് തന്നെയാണ് BJP പറയുന്നത്. ഏതായാലും ഈ 15 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങൾ ആപ്പിന്റെയും 10 മണ്ഡലം എത്ര മണിയോടെ വോട്ടുകൾ എണ്ണിക്കഴിയും? ഇപ്പോൾ എത്ര ശതമാനം വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്? 60% വോട്ടുകൾ എണ്ണി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 1 മണിക്കൂർ മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ അത് ഉദ്ദേശിച്ചത് 52% എന്നായിരുന്നു. ഇവരിപ്പോൾ 60% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു കാര്യം ലക്ഷ്മി ഉറപ്പാണ്, കാരണം വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പല പോളിംഗ് ബൂത്തുകളിലും വോട്ടെണ്ണൽ ഇടയ്ക്കിടയ്ക്ക് പല വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. കാരണം വോട്ട് ചാലഞ്ചിങ് വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ 11 മണിയോടുകൂടി തന്നെ ഒരു പൂർണ്ണ രൂപം ലഭിക്കേണ്ടതാണ്. പല മണ്ഡലങ്ങളിലും ഇത് 198 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുള്ളത്. ഈ 198 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉള്ള ഡാറ്റ അപ്ഡേഷൻ, അത് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് വളരെ പതുക്കെയാണ്. അതുപോലെ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. എന്നാൽ 11 മണ്ഡലങ്ങളിൽ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രം മാത്രമേ ഉള്ളൂ. ഇതും സമയം വൈകാനുള്ള കാരണമാകിയിട്ടുണ്ട്. ഏതായാലും സ്വാഭാവികമായിട്ടും 11 മണിയോടെ ഇത് സംബന്ധിച്ച പൂർണ്ണ ചിത്രം വരേണ്ടതാണ്. പക്ഷേ വോട്ടെണ്ണൽ പ്രക്രിയയിൽ അതായത് തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ BJP ആയാലും ശരി, അതേപോലെ ആം ആദ്മി പാർട്ടിയായാലും തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ സമയം വൈകുന്നു വോട്ടെണ്ണാനെന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും 10 മണിയോടുകൂടെ തീർക്കേണ്ടിയിരുന്ന വോട്ടെണ്ണൽ, കാരണം 1,50,00,000 പേർ മാത്രമാണ് ഡൽഹിയിൽ വോട്ടർമാരുള്ളൂ. അതിൽ 60% പേര് മാത്രമേ വോട്ടെണ്ണിയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് വോട്ടെണ്ണി തീർക്കാൻ ഇലക്ട്രോണിക് വോട്ടിൽ ഇത്ര സമയം ആവശ്യമുള്ളൂ. എന്നാൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഓരോ വോട്ടും സംബന്ധിച്ച് ചാലഞ്ച് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലേക്കും വരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം വൈകുന്നത്. ഇത് നീണ്ടുപോവുകയാണെങ്കിൽ യഥാർത്ഥ ചിത്രം ലഭിക്കാൻ നമുക്ക് 12 മണിവരെ കാത്തിരിക്കേണ്ടി വരും പൂർണ്ണ രൂപത്തിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ലക്ഷ്മി, ഒരിഞ്ഞ പോരാട്ടം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 12 മണിവരെയെങ്കിലും കാത്തിരിക്കും ഡൽഹി ആരാണ് പിടിക്കുന്നത് എന്ന കാര്യം ഉറപ്പിക്കാനായിട്ട്. അത് കൃത്യമാകാനായിട്ട് 12 മണിവരെയെങ്കിലും കാത്തിരിക്കും. സാധാരണഗതിയിലൊക്കെ 10 മണിയോടുകൂടിയൊക്കെ തന്നെ കൃത്യമായ ചിത്രം വ്യക്തമാകുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. പല മണ്ഡലങ്ങളും ചാഞ്ചാടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അവിടങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദില്ലിയിൽ BJP പ്രവർത്തകർ അവർ വളരെ സമചിത്തതയോടെ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ നടത്താതെ കാത്തിരിക്കുകയാണ്. പലഹാരപ്പൊതികളൊന്നും അഴിക്കാതെ അവർ കാത്തിരിക്കുകയാണ്. പടക്കമൊന്നും അവിടെ പൊട്ടിച്ചു തുടങ്ങിയിട്ടേയില്ല. അത്തരത്തിൽ ഒരു അന്തിമ ഫലം വരുന്നതിനായി കാത്തു നിൽക്കുകയാണ്. പല മണ്ഡലങ്ങളും ഇങ്ങനെ നേരിയ ഭൂരിപക്ഷത്തിനാണ് BJP മുന്നിട്ട് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ആ ആഹ്ലാദ പ്രകടനം അവർ വൈകിപ്പിക്കുന്നത്. ശരത്ത്, ഏതായാലും BJPക്ക് 27 വർഷത്തിന് ശേഷം തലസ്ഥാനം പിടിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മളങ്ങനെ ഉറപ്പിച്ചു പറയാറായിട്ടില്ലെങ്കിൽ പോലും ആ നിലയിലേക്കാണ് ഈ സീറ്റ് നില നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അത്തരം വിലയിരുത്തലുകൾ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നടത്തുവാനും കഴിയും. ആ തരത്തിലേക്ക് എത്തിച്ചത് അവരുടെ ഏത് തരം നയസമീപനങ്ങൾ ആണ് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താനാവുക. ഇതിൽ ലക്ഷ്മി പറഞ്ഞത് വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് 27 വർഷത്തിന് ശേഷം BJP ഇത്തരമൊരു അവസ്ഥയിൽ, അതായത് ഭരിക്കുമെന്നുള്ള അവസ്ഥയിലെത്തിയത്? 44 അല്ലെങ്കിൽ 40 മേലെ സീറ്റുകളിലേക്ക് ലീഡ് നിലവെച്ചത്. അതിന് വളരെ വ്യക്തമായ 2-3 കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ വഴിയില്ല. ഒന്ന്, കെജ്രിവാൾ എന്നുള്ള നേതാവിനെ അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കാനും അതിനനുസരിച്ച് അദ്ദേഹത്തെ ജയിലിലിടാനും അദ്ദേഹത്തിനെതിരെ പൊതു സമൂഹത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നതിൽ BJP വിജയിച്ചു എന്ന് തന്നെയാണ്. ആം ആദ്മി പാർട്ടി നടത്തിയ ഭരണത്തിന്റെ മേന്മ
കെജ്രിവാളിന്റെ അഴിമതി കറയിൽ മുക്കി എന്ന് വേണം നമുക്കിതിനെ ചുരുക്കി പറയാൻ. ഇത് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിന്റെ ഒരു പ്രതിച്ഛായയെ തകർത്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ BJP ഡൽഹിയിൽ തകർത്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും. സാധാരണക്കാരും അതേപോലെ ഭരണ മികവും കൊണ്ട് പിടിച്ചു നിന്ന കെജ്രിവാളിന്റെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ, അതായത് ശുദ്ധമായ പ്രതിച്ഛായ മദ്യ അഴിമതി കേസിൽ വളരെ വ്യക്തമായി BJP ഉപയോഗിക്കുകയും അത് അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്തു. സുപ്രീം കോടതി ഇടപെട്ട് ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാളിന് ഒരു തിരിച്ചടി, അതായത് ജയിലിൽ കിടന്ന് ഭരിച്ച മുഖ്യമന്ത്രി ജയിലിന് പുറത്തെത്തി രാജിവെച്ച ശേഷം ജനങ്ങളുടെ കോടതിയിലേക്ക് പോയ മുഖ്യമന്ത്രി ആ ജനങ്ങളുടെ കോടതിയിൽ ഇന്ന് തിരിച്ചടി ഏറ്റിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അത് ഉറപ്പിച്ച് പറയാം, തിരിച്ചടി തന്നെയാണ്. കാരണം 8 സീറ്റുള്ള BJPയെ സംബന്ധിച്ചുള്ള കേവല ഭൂരിപക്ഷം കടന്നുള്ള ഒരു മുന്നേറ്റത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ കെജ്രിവാൾ എന്നുള്ള വ്യക്തി തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം രാംലീല മൈതാനത്തിൽ നടത്തിയ, ദരിയാഗഞ്ചിൽ നടത്തിയ, അല്ലെങ്കിൽ ജംഗ്പുരയിൽ നടത്തിയ പൊതുയോഗങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിരപരാധിയാണ്, എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുന്നു, ജനങ്ങളുടെ കോടതിയിൽ തെളിയിക്കുന്നവരെ ഭരണരംഗത്തേക്കില്ല. ഇന്ന് ജനങ്ങളുടെ കോടതി അതിനെതിരായി വിധിയെഴുതിയിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കെജ്രിവാളും പിറകോട്ട് പോകുന്നു. അതാണ് BJPയുടെ പ്രധാനപ്പെട്ട തന്ത്രം. കാരണം കപ്പിത്താനെ തന്നെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിനെതിരെ തന്നെ ആരോപണങ്ങൾ ഉയർത്തി അദ്ദേഹത്തിന് അഴിമതിയുടെ മാല ചാർത്തി കൊടുത്ത് കെജ്രിവാളിനെ വീക്കാക്കി, അതായത് ബലഹീനനാക്കി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയമാണ് ഇപ്പോൾ BJP ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്തൊക്കെയായാലും BJPയെ സംബന്ധിച്ചോളം 27 വർഷത്തിന് ശേഷം ഭരണത്തിന്റെ രസം ആസ്വദിക്കാൻ പോകുന്നു എന്ന് വേണം നമുക്ക് ഈ അവസരത്തിൽ വിലയിരുത്താൻ. ലക്ഷ്മി, തലസ്ഥാനം BJP പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരത്ലാൽ, പുതിയ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിലേക്ക് പോവുകയാണ്. അവിടെ ശ്രീജിത്ത് ബാലകൃഷ്ണനും VS അനോജും ലിജോയും തയ്യാറാണ്. ഏറ്റവും ഒടുവിലായി കണക്കുകൾ പുറത്തു വരുമ്പോൾ BJP ഏതാണ്ട് ഡൽഹിയിൽ അധികാരം പിടിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ചില മണ്ഡലങ്ങളിൽ 13-14 റൗണ്ട് വോട്ട് എണ്ണാനുണ്ട്. ഇപ്പോൾ 5 മുതൽ 6 വരെ റൗണ്ടുകളാണ് മിക്ക മണ്ഡലങ്ങളിലും എണ്ണിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഏതാണ്ട് 20 മണ്ഡലങ്ങളിലോളം 1000-ൽ താഴെ ലീഡിലാണ് BJPയും ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സനോജ്, ഇതൊരു ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അപ്പോൾ പോലും ഏതാണ്ട് ഒരു 20 സീറ്റുകളോളം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെ എനിക്ക് ഈ ഒരു ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് മുൻപ് തന്നെ നമുക്കെല്ലാം തോന്നിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ വരുന്ന ട്രെൻഡുകളുടെ സ്പ്ലിറ്റ് അനുസരിച്ച് നോക്കിയാൽ അറിയാം, പൂർവാഞ്ചൽ മേഖല എന്ന് പറയുന്ന പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ, അല്ലെങ്കിൽ മിഥിലാഞ്ചൽ മേഖലയിൽ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഈസ്റ്റേൺ UP, ബീഹാറിൻ്റെ ബെൽറ്റ്, ഈ മേഖലയിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികൾ വോട്ടർമാരായിട്ടുള്ള, കുടിയേറ്റക്കാർ വോട്ടർമാരായിട്ടുള്ള മേഖലയാണ്. ആ മേഖലയുടെ കൂടുതൽ വോട്ടർമാർ വരുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു മേധാവിത്വം കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ആ മേഖലയിൽ നിന്നുള്ള വോട്ടർമാരുടെ മേഖലകളിൽ. ഒപ്പം തന്നെ AAPയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ മേഖലകളിൽ സ്വാഭാവികമായും അതൊരു പക്ഷേ ദളിത് മേഖലകളിൽ കൂടെ AAPക്ക് ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷ മേഖലകളിൽ വോട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അവിടെ വലിയ രീതിയിൽ പ്രചരണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ സ്ട്രാറ്റജിയിൽ BJPക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ തുടക്കത്തിലെ പ്രചരണം വളരെ ശക്തമായ നിലയിൽ കൊണ്ടുപോയി. ആ പ്രചരണം വളരെ നേരത്തെ ആരംഭിച്ചു. വളരെ സിഗ്നിഫിക്കൻ്റ് ആയ പ്രശ്നങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ പല വിഷയങ്ങൾക്കും അവർ അവതരിപ്പിക്കാൻ പറ്റി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യമുനയിലെ കുടിവെള്ളത്തിൻ്റെ ഈ പറയുന്ന വിഷാംശവുമായി ബന്ധപ്പെട്ട കാര്യം, ഇത് യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടി പറഞ്ഞതുപോലെ ഇത് UPയിലെയും പ്രശ്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ നദികളുടെ മാലിന്യ പ്രശ്നം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഉമാഭാരതിയുടെ കാലം മുതലുള്ള ഗംഗാ നവീകരണ പദ്ധതി ഉൾപ്പെടെയുള്ളതിൽ ഗംഗ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് യമുനയിലെ പ്രശ്നമാണെന്നും ഇത് ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണെന്നും ഇത് സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥയുടെ ഭാഗമാണെന്നും പ്രചരിപ്പിക്കുന്നതിൽ BJP വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അഴിമതി എന്ന് പറയുന്ന രീതിയിൽ ഒരു അഴിമതി ആരോപണത്തിൻ്റെ ഒരു വലിയ ഒരു പശ്ചാത്തലം ഒരുക്കാൻ BJPയെ സംബന്ധിച്ച് AAPക്കെതിരെ കഴിഞ്ഞു. ഈ രീതിയിൽ രാഷ്ട്രീയ പ്രചരണം വളരെ ശക്തമായി കൊണ്ടുപോകാൻ കൃത്യമായ സ്ട്രാറ്റജി BJPക്ക് കൊണ്ടുപോകാൻ പറ്റി. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന രീതിയിലേക്ക് വരാനാണ് സാധ്യത. പക്ഷേ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ 15ഓളം മണ്ഡലങ്ങളിൽ ഇപ്പോഴും 500-ൽ താഴെ വോട്ടിൻ്റെ ലീഡിലാണ് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. മറ്റൊന്ന് 2000-ൽ വോട്ടിൽ താഴെ
താഴെയുള്ള അല്ലെങ്കിൽ 23 മണ്ഡലങ്ങളിൽ 1500 വോട്ടിൽ താഴെ അല്ലെങ്കിൽ 2000 വോട്ടിൽ താഴെയാണ് ലീഡ് നില. മറ്റൊന്ന് മിക്കവാറും ഒരു 60% അല്ലെങ്കിൽ 65% വോട്ട് ഇനി എണ്ണാനുണ്ട് പല മണ്ഡലങ്ങളിലും. അതായത് ഒരു ആവറേജ് പറഞ്ഞാൽ 16 റൗണ്ടുള്ള മണ്ഡലം. ഇപ്പോൾ കെജ്രിവാളിൻ്റെ മണ്ഡലത്തിൽ നോക്കിയാൽ ഏതാണ്ട് ഒരു 4-5 റൗണ്ട് മാത്രമാണ് എണ്ണിയിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലീഡ് നില മാറി മറിയുന്നുണ്ട്. മനീഷ് സിസോദിയുടെ കാര്യത്തിലും അതിഷീയുടെ കാര്യത്തിലും കെജ്രിവാളിൻ്റെ കാര്യത്തിലും എല്ലാം ലീഡ് നില മാറി മറിയുന്നുണ്ട്. ഇതിൽ മാറ്റം വന്നേക്കാം. പക്ഷെ പൊതുവായ ഒരു ട്രെൻഡ് എനിക്ക് തോന്നുന്നു BJPക്ക് അനുകൂലമാണ്. ഇതിൽ തന്നെ വേറൊരു കാര്യം നമുക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജി പിഴവ്. സാധാരണ BJP എല്ലാ കാലത്തും അവരുടെ മൈക്രോ മാനേജ്മെന്റ് വളരെ കൃത്യമാണ്. പക്ഷേ ഹരിയാനയിലുണ്ടായ അതേ സ്ട്രാറ്റജി പിഴവ് ഇന്ത്യ സഖ്യം എന്ന നിലയ്ക്കെങ്കിലും BJP കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കും ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ രണ്ടുപേരുടെ ഒരു തൻപോരിമ ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നുള്ള അമിത ആവേശത്തിൽ അവർ ആ ഒരു സഖ്യം വേണ്ടാന്ന് വെച്ചു. ആ ഒരു ദേഷ്യം വളരെ കൃത്യമായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തിരിച്ചും പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതൊരു തരത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നാണോ തോന്നുന്നത്? എനിക്ക് വോട്ട് ക്യാഷ് ചെയ്യുന്നതിൽ വേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങനെ തോന്നുന്നു. അങ്ങനെയും കൂടി കണക്കാക്കേണ്ടി വരും. കാരണം ഈ ഭൂരിപക്ഷത്തിന്റെ കണക്ക് എടുക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ചെറിയ പാർട്ടി ആയിക്കോട്ടെ, 100 വോട്ടുള്ള ഇപ്പോൾ ഇടത് പാർട്ടികൾ ചില മണ്ഡലങ്ങളിൽ 100 വോട്ടായിരിക്കും, അല്ലെങ്കിൽ 100-ൽ താഴെ വോട്ടായിരിക്കും ഉണ്ടാകുക. കോൺഗ്രസിന് അതിനേക്കാൾ വോട്ടുകളുള്ള മണ്ഡലങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ ഒരുപക്ഷെ ഒരു സൗഹൃദ മത്സരത്തിനെങ്കിലും കളമൊരുക്കാമായിരുന്നു. ആ രൂപത്തിലെങ്കിലും ചിന്തിക്കാമായിരുന്നു. ഇപ്പോൾ എന്തായാലും ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ഇവരുമായിട്ടൊന്ന് സഖ്യമുണ്ടാക്കി പിന്നെ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് കെജ്രിവാൾ അങ്ങനെ ഒരാളാണ്, അയാൾ ഒറ്റയ്ക്ക് വന്നതാണ്, ഞാൻ ഒറ്റയ്ക്ക് പാർട്ടി ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ച് പിന്നെ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഡൽഹിയിൽ മത്സരിക്കുക, ഡൽഹിയിൽ അധികാരത്തിൽ എത്താനോ അദ്ദേഹത്തിന് അതായിരിക്കും താല്പര്യം. ഒരിക്കലും കോൺഗ്രസിനെ ഒപ്പം ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കാനോ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും കെജ്രിവാൾ താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഇന്ത്യ സഖ്യം എന്ന രൂപത്തിൽ ഒരു ജനങ്ങൾക്കിടയിലെങ്കിലും അല്ലെങ്കിൽ പൊതുധാരയിലെങ്കിലും ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ കുറേയെങ്കിലും വോട്ടുകൾ നഷ്ടമാകില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ 100 വോട്ട്, 500 വോട്ട്, 600 വോട്ടിൻ്റെ ഇപ്പോൾ സനോജ് പറഞ്ഞ പോലെ ഈ 23 മണ്ഡലങ്ങളിൽ 2000 താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ പലതെങ്കിലും, എല്ലാമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, ഒരു 5 മണ്ഡലങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം ഇന്ത്യ സഖ്യം എന്ന പേരിലെങ്കിലും ന്യൂഡൽഹി പോലെ വലിയ കോറായിട്ടുള്ള സ്ഥലങ്ങളിലെങ്കിലും ആ ഒരു ഇന്ത്യ സഖ്യം എന്നുള്ള ഗുണം കിട്ടിയാനെ. ഇതിൽ തന്നെ ഇപ്പോൾ BJP നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടായിരുന്നു നമുക്ക് തോന്നുന്നില്ല. 4% ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ 4% വ്യത്യാസമുള്ളൂ. 43-47. അതായത് അവർക്ക് കഴിഞ്ഞ തവണ 64% അല്ലേ? 62.59% വോട്ട്. അതിന് മുൻപ് 67% വോട്ട്. അത്രയും സീറ്റുകൾ, അത്ര തന്നെ സീറ്റുകൾ. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം 4% അല്ലെങ്കിൽ 5% കുറവ് ഇപ്പോൾ നിലവിലുള്ള ലീഡ് നില വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതിലിപ്പോൾ മനോജ് തിവാരി പറഞ്ഞിരിക്കുന്നു ഡൽഹിയെ എന്താ പറയുക, ഡൽഹി അനുഗ്രഹിച്ചിരിക്കുന്നു, BJP അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മനോജ് തിവാരി പറയുന്നു. ഇതിൽ അവസാന നിമിഷത്തിൽ ഒന്ന് മോദിയെ കാര്യമായിട്ട് പ്രചരണ പരിപാടികളിൽ കൊണ്ടുവന്നു. മറ്റൊന്ന് അമിത്ഷായും മോദിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ആബ്ഡ സർക്കാരാണ്, ആബ്ഡ സർക്കാർ വേണോ, അതായത് ഒരു ദുരന്തം നിങ്ങൾക്ക് ഇനി ആവർത്തിക്കണോ അതോ ഡബിൾ എഞ്ചിൻ സർക്കാർ വരണോ എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവന്നു. മറ്റൊന്ന് ഈ ശീഷ് മഹൽ വിവാദം എന്ന് പറയുന്ന രീതിയിൽ അതൊരു വലിയ ക്യാമ്പയിൻ ആക്കാനും അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ BJPയുടെ എല്ലാ തരത്തിലുള്ള നെറ്റ്വർക്കിലും അതെ ശീഷ് മഹൽ എനിക്ക് തോന്നുന്നത് 20,000-ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഓരോ മേഖലയിലും 10,000-ഉം 20,000-ഉം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട ക്ലിപ്പിംഗ്സുകളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും BJPയുടെ നെറ്റ്വർക്കിലൂടെ അവർ നിരന്തരം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് വോട്ടർമാരെ ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ മൈഗ്രൻസിൻ്റെ കാര്യത്തിൽ, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം നടക്കുകയാണ്, അനധികൃതമായി മുസ്ലിങ്ങൾ കയറി വരുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രചരണം, അത് ഇത്തിരി വർഗീയ അല്ലെങ്കിൽ വംശീയമായ രീതിയിലുള്ളൊരു ഹിന്ദു കൺസോളിഡേഷൻ കൃത്യമായി ശ്രമിച്ചു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണുന്ന കാര്യമാണ്, UP ഉൾപ്പെടെ കാണുന്ന കാര്യമാണ്. AAPക്ക് സംഭവിച്ചൊരു സ്ട്രാറ്റജിക് പിഴവെന്ന് പറയുന്നത് കോൺഗ്രസിന് നേരത്തെ സംഭവിച്ചതാണ്. അതായത് മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വയുടെ ഒറിജിനൽ ഫോഴ്സ് അപ്പുറത്ത് അവർക്ക് പിന്നെ മറ്റൊരു ബദൽ ഫോഴ്സിനെ സമീപിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ബദലായ ഒരു കൗണ്ടർ പൊളിറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ നേരത്തെ AAP മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ അവർ വീണ്ടും വളരെ ഡൈല്യൂട്ട് ചെയ്ത തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് മാറി. അത് NRC സമരം മുതലൊക്കെ തന്നെ അവർ അതിൽ നിന്നും മാറി. അപ്പോൾ അതിനേക്കാൾ നല്ല ഫോഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോ കോൾഡ് ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദുത്വ വോട്ട് വെൽറ്റിനെ സംബന്ധിച്ച് അവിടെ ഒരു ഫോഴ്സ് നിൽപ്പുണ്ട്. അവർ മതിയല്ലോ എന്ന് ജനം ചിന്തിക്കും. മറ്റൊന്ന് മാലിന്യ പ്രശ്നം. അതായത് അമിത്ഷാ ഈ മേഖലകളിലെ എല്ലാ പ്രചരണങ്ങളിലും അമിത്ഷാ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ഒരു മാലിന്യത്തിൻ്റെ മലയായി മാറി എന്നുള്ളതാണ്.
ഇതൊരു ഗാസിപ്പൂരൊക്കെ വലിയ മല ഇപ്പോഴുണ്ട്. ഏതോ കാലം മുതലുള്ളതാണ് ഇപ്പോഴും. അതെ, ഈ മാലിന്യ മല ഇല്ലാതാക്കാൻ, അതായത് ഈ മാലിന്യങ്ങളാണ് നിങ്ങളുടെ വായു മലിനീകരണമാക്കിയത് അല്ലെങ്കിൽ മലിനമാക്കിയത്, ഒപ്പം തന്നെ നിങ്ങളുടെ വെള്ളം മലിനമാണ്. ഇത് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവുന്നില്ല. പകരം സർക്കാർ എന്ത് ചെയ്യുന്നു? അതായത് ഞങ്ങൾ 20 കോടി ടോയ്ലറ്റുകൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടി ഞങ്ങൾ പണിതു എന്ന് മോദി പ്രസംഗിക്കുകയാണ്. പകരം കെജ്രിവാൾ വലിയ ടോയ്ലറ്റ്, എത്രയോ കോടി രൂപയുടെ ടോയ്ലറ്റ് പണിയുന്നു സ്വന്തം വീട്ടിൽ എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ മോദിയുടെ ആ പ്രസംഗമൊക്കെ ആളുകളുടെ ഇടയിൽ വേറെ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കാം. ആ രീതിയിലേക്കാണ് അത് വരുന്നത്. മറ്റൊന്ന് എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കെജ്രിവാളിനെ ഒരു വലിയ ശത്രുതാപരമായ തരത്തിലേക്കുള്ള രാഷ്ട്രീയ രണ്ട് തരത്തിലുള്ള അറ്റാക്ക് BJP-യിൽ നിന്നും സഖ്യകക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ അടുത്ത് നിന്നുള്ള ഒരു അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ട ആവശ്യകത. കെജ്രിവാളിന് അതുവരെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഒരുമിച്ച് നിന്നിരുന്നവർ കെജ്രിവാൾ ഒരു മോദിയെ പോലെയാണ്, കെജ്രിവാൾ മറ്റൊരു മോദിയാണ് എന്ന് രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിക്കുകയാണ്. ഉറപ്പായിട്ട് ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ചെറിയ മേഖലകളിൽ ഒരു 10,000 വോട്ട് അല്ലെങ്കിൽ 5,000 വോട്ടാണെങ്കിൽ പോലും കോൺഗ്രസിനുള്ളതെങ്കിൽ പോലും ഇപ്പോൾ 0.80 ഒക്കെയാണ് പലയിടത്തുമുള്ള വോട്ട് ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഈ വോട്ട് ശതമാനം പോലും സ്പ്ലിറ്റ് ചെയ്യാൻ ഇതിടയായിട്ടുണ്ടാവും അല്ലേ? അതിൽ കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെന്റേജിൽ 1.5-2% വ്യത്യാസം വന്നിട്ടുള്ളൂ. കോൺഗ്രസിന് എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ കോൺഗ്രസ് വലിയ രൂപത്തിൽ പിടിച്ചിട്ടില്ല. പക്ഷെ പിടിച്ചത് 500 വോട്ടാണെങ്കിൽ ആ 500 വോട്ട് ഫലത്തിൽ വന്നിട്ടില്ല. അത് നമുക്ക് കണക്ക് വെച്ച് പറയാൻ അൽക്കാലമ്പയ്ക്ക് ആകെ 500 താഴെ വോട്ടാണ് ഇതുവരെ കിട്ടിയത്. ആ 500 വോട്ടിന്റെ ലീഡ് അപ്പുറത്തുണ്ട്. അങ്ങനെയും ചിന്തിക്കാം, അങ്ങനെ 2 രൂപത്തിൽ ചിന്തിക്കാം. നേരെ സനോജ് പറഞ്ഞത് എനിക്കൊരു കാര്യം ചേർക്കാനുള്ളത്, ഈ ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി നമ്മൾക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നുന്നത്, ആദ്യത്തെ 5 വർഷത്തെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ആയിരുന്നു. പാവപ്പെട്ടവന്റെ പാർട്ടി, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പാർട്ടി, അല്ലെങ്കിൽ ഇടത്തരക്കാരന്റെ പാർട്ടി, അല്ലെങ്കിൽ അഴിമതിയെ ചൂല് കൊണ്ട് തുടച്ചു നിൽക്കുന്ന പാർട്ടി. അവിടെ മൊഹല്ല ക്ലിനിക്കുകൾ ഉണ്ടാക്കി സാധാരണക്കാർക്ക് ആരോഗ്യരംഗത്ത് വളരെ കുറഞ്ഞ ചെലവിൽ ചികിത്സ ഉറപ്പാക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് സേവനം നൽകുന്നത്, അതിൽ നിന്നൊക്കെ വിട്ട് അവസാനത്തെ 5 വർഷം എന്ന് പറയുന്നത് BJP-യുടെ ബി BJP എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം പോലെ തന്നെ പറയുന്നതാണ്, രാമനെ കാണാൻ അല്ലെങ്കിൽ രാമക്ഷേത്രം പണിയാൻ BJP പോയാൽ, ഒരു BJP നേതാവ് മോദി രാമക്ഷേത്രത്തിൽ പോയാൽ നേരെ പോയി ഹനുമാൻ ചാലിസ ചൊല്ലാൻ തയ്യാറായ, അല്ലെങ്കിൽ അത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നടക്കാൻ തയ്യാറാകുന്ന കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ആ രൂപത്തിലേക്ക് കെജ്രിവാളും മാറി, പാർട്ടിയും മാറി, ആം ആദ്മി പാർട്ടിയും മാറി. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് സന്യാസിമാരുമായി ചേർന്നുണ്ടാക്കിയ സന്യാസി ധർമ്മസ്ഥാനാണ്. അത് എത്രത്തോളം ഗുണം ചെയ്തെന്നുള്ളത് ആലോചിക്കുമായിരിക്കും. അവരുടെ നിലവിലൊരു കാര്യം, ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലപാടില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, അത് ദളിത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ന്യൂനപക്ഷ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ നിന്ന് മെല്ലെ ഒരു മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് അത് പതുക്കെ പോകുന്ന നമുക്ക് NRC വിഷയത്തിൽ ഉണ്ടായിരുന്ന അഴകുഴമ്പൻ നിലപാടുണ്ടായിരുന്നു. അതിനുശേഷം ഹനുമാൻ ചാലിസ്, അല്ലെങ്കിൽ അതിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ആ തരത്തിലേക്ക് പലപ്പോഴും കെജ്രിവാൾ മാറിയതിനൊരു, മാത്രമല്ല അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ AAPയുടെ നിലപാട് വ്യത്യസ്തമായ നിലപാടായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു AAPയുടെ നിലപാട്. അത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുക. ഇപ്പോഴും हमेशा झूठ होता है, तो सच के मार्ग से जाना चाहिए। कई बार ऐसा आरोप भी लगा है क्या अन्ना हजारे के वजह से अरविंद केजरीवाल जो है तो दिल्ली पे सत्ता पर अन्ना हजारे के ही वजह से अरविंद केजरीवाल दिल्ली पे सत्ता पर बैठे, उन्हीं के साथ वो अनशन करते थे, बार बार आप पे उंगलियां उठाई गई और अभी भी उठाई जाती है। कैसे देखते हैं अन्ना इसे? ये बराबर नहीं है। दिल्ली में पहली बार एक मीटिंग हुई थी और उस मीटिंग में इन्होंने पक्ष और पार्टी निकालने के लिए सोच किया था। मीटिंग में इसके लिए थी, और जिनको पक्ष और पार्टी में जाना है वो मीटिंग के लिए आ जाओ। मैंने देखा, मैंने तय किया पक्ष और पार्टी में मैं नहीं जाऊंगा, किसी पक्ष और पार्टी में मैं नहीं जाऊंगा। और वो मीटिंग हो गई, मैं पक्ष और पार्टी से दूर रह गया, तब से आज तक दूर रहा। फिर वो पक्ष निकाले, पार्टी निकाला,
हर पार्टी में चले, ये नया नया पार्टी था, लोगों ने विश्वास किया। അതൊന്നും നോക്കണ്ട. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് ലോകാവസാനമല്ല. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ യോജിച്ചാൽ ഇന്നും ഡൽഹിയിൽ അവർക്ക് മുൻതൂക്കമുണ്ട്. അതാണ് വസ്തുത. ഡൽഹിയിൽ ബി.ജെ.പിനെ അധികാരത്തിൽ എത്തിച്ചത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള പോര് തന്നെയാണ്. അല്ല, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഐക്യമുണ്ടായിരുന്നുവെങ്കിൽ ഡൽഹി ബി.ജെ.പി ഭരിക്കില്ലായിരുന്നു. അതായത് ഇന്ത്യ മുന്നണിയിൽ ഐക്യക്കുറവുണ്ട് എന്നുള്ളത് കൂടിയല്ല അതിന്റെ ഭാഗം. എന്താണ് ഇതിങ്ങനെ എടുത്ത് ചോദിക്കുന്നത്? അത് പറയിപ്പിച്ച് അതുകൊണ്ടൊരു പണി കണ്ടുണ്ടോ? ഈ പ്രസംഗത്തിലെ അത് വേണ്ട. പ്രസംഗത്തിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു കാര്യം പറഞ്ഞു, ഈ ന്യൂനപക്ഷ വർഗീയതയോടും ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ള കാര്യം. ഈ ജമാഅത്തെ ഇസ്ലാമി അതോടൊപ്പം തന്നെ SDPI തുടങ്ങിയ കക്ഷികളുമായി ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ, ഞാനെന്താ പറഞ്ഞ നിയോ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ് ആ ചോദ്യം. കാരണം എന്താ വെച്ചാൽ അത് മുൻനിർത്തിയ ഒരു പരിപാടി ചിലർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷ വർഗീയത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെറുപ്പിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഇടതുമുന്നണി കൊണ്ടു നടന്ന കക്ഷികളെ ഇപ്പോൾ അത് ഞങ്ങൾ ഇതൊക്കെ ഉണ്ട് ആക്കി തീർത്ത് അതിൽ നിന്ന് ഭൂരിപക്ഷ വർഗീയത മുതലെടുക്കാനുള്ള ഇടതുമുന്നണിൻ്റെ രീതിയെ തുറന്നു കാണിക്കാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതൊരു തന്ത്രമാണ്. അതൊരു നിയോ എന്താ പറഞ്ഞതുപോലെയുള്ള ഒരു അടവാണത്. കാരണം ന്യൂനപക്ഷ വർഗീയതയെ ഒരു കാലത്ത് നന്നായി പ്രോത്സാഹിപ്പിച്ചവർ, ഇവരെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് കൂടെ കൂട്ടി നടന്നവർ ഇപ്പം തിരിഞ്ഞു നിന്ന് വലിയ വർത്തമാനം പറയുമ്പോൾ അതിന് വേറൊരു ഉദ്ദേശമുണ്ട് എന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആ വിഷയം പരാമർശിച്ചത്. ഞങ്ങളെ പ്രതികരണങ്ങളാണ് കണ്ടത്. ന്യൂസ് ഡെസ്കിലേക്ക് പോവുകയാണ് നമ്മൾ വീണ്ടും. ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് BJPക്ക് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 7:30യോടുകൂടി മോദി തന്നെ നേരിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം ചെയ്യാനിലേക്ക് പോകും. ജയിച്ചു കഴിഞ്ഞാൽ ആസ്ഥാനത്ത് വന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് ഒരു ശീലമായിട്ടുണ്ട്. ആ ശീലമാണ് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചത്. അപ്പോൾ അത് ഏതാണ്ട് ഒരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിൽ തന്നെ വേറൊരു കാര്യം നമുക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അരവിന്ദ് കെജ്രിവാളും അതിഷി, ഒരാൾ മുൻ മുഖ്യമന്ത്രി രണ്ടുപേരും പിന്നിലാണ്. ആം ആദ്മി പാർട്ടിയുടെ ഒരു ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ നേതാക്കളുടെ പരാജയം വഴിമാറില്ലേ എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല എന്നുള്ള രൂപത്തിൽ. അത് മാത്രമല്ല, കെജ്രിവാളിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളത്, അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹം അതിനെ സമ്മതിച്ചിട്ടുള്ളൂ. ഒരാളെയും മറ്റൊരാളെയും തനിക്ക് മുകളിൽ വളരാൻ കെജ്രിവാൾ അനുവദിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. പല ആളുകളും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും, അതായത് ആം ആദ്മി പാർട്ടിയുടെ നമ്മുടെ അദ്ദേഹം പ്രശാന്ത് ഭൂഷൺ ആം ആദ്മി പാർട്ടി രൂപീകരണത്തിന് കാരണക്കാരായ പല ആളുകളും ഇപ്പോൾ ഇല്ല. അതിലിപ്പോൾ കെജ്രിവാൾ മാത്രമാണ് ഉള്ളത്. അതിൽ സിസോദിയുണ്ട്. അതിഷി ആയിക്കോട്ടെ മറ്റു ആളുകളൊക്കെ പുതിയ ആളുകളാണ്, കെജ്രിവാൾ കൊണ്ടുവന്നവരാണ്. കെജ്രിവാളിന്റെ ടീമാണ്, അത് ആം ആദ്മി ടീമല്ല, കെജ്രിവാളിന്റെ ടീമാണ്. ആ കെജ്രിവാളിന്റെ ടീമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ നയിക്കുന്നത്. അത് തന്നെയാണ് അവർക്കുണ്ടായ പാളിച്ചയും വീഴ്ചയും. ആം ആദ്മി പാർട്ടി എന്തർത്ഥത്തിലാണോ രൂപീകൃതമായത്, അല്ലെങ്കിൽ എന്ത് ആശയം എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ പോലും എന്ത് ആശയത്തിന്റെ പുറത്താണോ ഇത്രയും കാലം പ്രവർത്തിച്ചത്, അതിൽ നിന്നൊക്കെ മാറി പുതിയ ടീം വരുമ്പോൾ സ്വാഭാവികമായും തനതായ ആം ആദ്മി പാർട്ടി ഇല്ലാതായി പോയി. അതെ, ഈ ലക്ഷ്യത്തിൽ നിന്ന് എന്തായാലും വിട്ടുപോയി എന്നുള്ള ഉറപ്പാണ്. അവരുടെ സ്ട്രാറ്റജി മാറി. ഇനി എന്തായിരിക്കും യഥാർത്ഥത്തിൽ? എനിക്കിപ്പോഴും സംശയമുണ്ട്, കെജ്രിവാൾ ഇനി എങ്ങാനും ജയിച്ചാൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഒരു അധികാരം എന്ന നിലയിൽ തന്നെ ജയിച്ചപ്പോൾ മുതൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ മുമ്പോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സ്ട്രാറ്റജി എന്നുള്ള കാര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാവുന്ന തരത്തിലല്ലേ കാര്യം? വലിയ രീതിയിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് മാത്രമല്ല, ജനങ്ങൾ ചിന്തിക്കുന്നത് ഒരു വേറൊരു തലത്തിൽ നിന്നാണല്ലോ. അപ്പൊ ജനം ഒരു സ്ട്രീറ്റിൽ നിന്നാണ് ഒരു സർക്കാരിനെ കാണുന്നത്, അല്ലെങ്കിൽ ജനം അവന്റെ വീട്ടിലോ അവന്റെ ഗല്ലിയിലോ നിന്നിട്ടാണ് ഒരു സർക്കാരിനെ കാണുന്നത്. ആ പെർസ്പെക്റ്റീവിൽ വ്യത്യാസമുണ്ട്. അതായത് സ്വാതി മലിവാളിനെ പോലെ ഒരു AIP നേതാവ് സ്വന്തം നേതാവിന്റെ വീട്ടിലേക്ക് വേസ്റ്റ് ഒരു വണ്ടിയിൽ കയറ്റി
കൊണ്ടുപോയി ഇടുകയാണ്. അതിഷിയുടെ വീട്ടിലേക്ക് ആദ്യം കൊണ്ടുപോയി, പോലീസ് തടയുന്നു, വലിയ വിവാദം ഉണ്ടാവുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ജനം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതായത് നിങ്ങളുടെ പാർട്ടിക്കിടയിൽ വലിയ ഭിന്നതയുണ്ട് എന്നുള്ളത് വളരെ എവിഡന്റലി വിസിബിൾ ആവുന്ന തരത്തിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ മാറുന്നു. പല നേതാക്കളും പാർട്ടി വിട്ടുപോകുന്നു. കൈക്കൂലിക്ക് 8 MLA പോകുന്നു. അവർ നേരെ BJPയിലേക്കാണ് പോകുന്നത്. മറ്റൊന്ന് അഴിമതിയും കൈക്കൂലിയും അവരുടെ പ്രാദേശിക നേതാക്കളിൽ ഉൾപ്പെടെ വന്നു എന്നുള്ള ആരോപണം അവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അവർ നേതാക്കൾ തന്നെ ജയിലിൽ പോകുന്നു. ആ കേസുകളിൽ EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് എന്ന് പറയുമ്പോൾ പോലും BJP ഈ പ്രചരണത്തിൽ ഉടനീളം ഡൽഹിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോടതിയാണല്ലോ ജാമ്യം അനുവദിക്കേണ്ടത്. കോടതി പക്ഷെ ജാമ്യം കൊടുത്തില്ലല്ലോ. ചർച്ചയിലേക്ക് എത്താം. ഇപ്പോൾ ശരത് ലാൽ ഡൽഹിയിൽ നിന്നും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത് ലാൽ, ഇപ്പോൾ എന്താണ് അവസ്ഥ? BJP 44 സീറ്റ്, AP 26 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണല്ലേ? BJP ഓഫീസിന് മുന്നിൽ ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങിയോ? ലക്ഷ്മി, BJP ആഹ്ലാദ പ്രകടനം തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. കൊടികളും തോരണങ്ങളും എത്തിക്കഴിഞ്ഞു. BJP പ്രവർത്തകരും എത്തിക്കഴിഞ്ഞു. ഏതായാലും പ്രധാനമന്ത്രി 6:30 മണിയോടെ മുഴുവൻ ഡൽഹിയിലുള്ള മുഴുവൻ കേന്ദ്രമന്ത്രിമാരോടൊപ്പം BJP പ്രവർത്തകരെ BJP മുഖ്യ കാര്യാലയത്തിൽ വെച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും ശേഷവും നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ BJP പൂർണ്ണമായി വിജയം ആഘോഷിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതന്നെ നിരവധി പ്രവർത്തകരെ, നമ്മളെ സംബന്ധിച്ചോളം നിരവധി പ്രവർത്തകരെ കാണാൻ കഴിയും. ഇപ്പോൾ മേളങ്ങളും വാദ്യമേളങ്ങളും മുഴുക്കാൻ തുടങ്ങുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. BJP പ്രവർത്തകർ കൂട്ടമായി എത്തിക്കഴിഞ്ഞു. നേരത്തെ ഉള്ള ഒരു നിശബ്ദതയല്ല BJP പ്രവർത്തകരെടുക്കുക. BJP കൊടികളും തോന്നിപ്പോയത് നമുക്ക് ഇപ്പോൾ തന്നെ വാദ്യമേളങ്ങൾ മുടങ്ങിക്കഴിഞ്ഞു. അത് നമുക്ക് കേൾക്കാൻ കഴിയും ഇപ്പോൾ വാദ്യമേളങ്ങളുടെ. കാരണം ആഘോഷങ്ങൾ പൂർണ്ണ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം BJP വിജയാഘോഷം മുഴങ്ങുകയാണ്. നമുക്ക് കേൾക്കാൻ കഴിയും BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇനി പിറകോട്ടില്ല. സ്വാഭാവികമായിട്ടും BJP പ്രവർത്തകരെ സംബന്ധിച്ചോളം വളരെ ആഹ്ലാദ പ്രകടനമുണ്ട്. നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ BJP പ്രവർത്തകരൊക്കെ എത്തിക്കഴിഞ്ഞ് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കേൾക്കാൻ കഴിയും. കാരണം ഇതാണ് ഇപ്പോൾ BJP ആസ്ഥാനത്ത് മുഴങ്ങിക്കഴിഞ്ഞു. BJP ആസ്ഥാനത്തോളം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണം തന്നെ പറയാൻ. ഇനി പിറകോട്ടില്ല. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ അഭിസംബോധന ഞാൻ എത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് BJP പ്രവർത്തകരുടെ ആഹ്ലാദങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു, ആഹ്ലാദത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് മേഡത്തൊരു BJP പ്രവർത്തകയുണ്ട്. മേഡം, Of course, it is an immense pleasure that finally BJP ने अपनी सरकार बनाई है and we're really blessed that finally we are there on game. क्या लग रहा है, केजरीवाल जीतेगा और नहीं जीतेगा? डेफिनेटली नहीं जीतेगा, इसमें कोई दो राय नहीं है. केजरीवाल अब पीछे ही रह जाएगा. Of course, बहुत अच्छा फील करता है. As I come from an ST background, आदिवासी ट्राइबल कम्युनिटी, और ट्राइबल कम्युनिटी को BJP ने बहुत ज्यादा सराहा है और अन्य आज वो दिन आ चुका है. We'll be blessed. We are blessed. It's immense joy and pleasure. We are very excited and very happy. BJP പ്രവർത്തകരുടെ ആഹ്ലാദമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ഇതുവരെ അടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ഇതുവരെ പുറത്തെടുത്താതിരുന്ന BJP ആഹ്ലാദ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അവസാന വോട്ട് എണ്ണലിനെത്തുമ്പോൾ തന്നെ BJP 41 സീറ്റിൽ വിജയം ഉറപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, ഏതായാലും നേരത്തെ അണ്ണാ ഹസാരെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണ് ഈ പരാജയത്തിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നു. ആപ്പിനെ വിമർശിച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പുകൾക്ക് ചെവിക്കൊണ്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ അണ്ണാ ഹസാരെ ഉയർത്തിയിരിക്കുകയാണ് ആപ്പിനെതിരെ.
ഏതായാലും അവിടെ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യം അവർക്കില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആഹ്ലാദ പ്രകടനങ്ങൾ BJP ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിലേക്ക് പോവുകയാണ് ശ്രീജിത്ത്. ഏതായാലും ഇനി BJPക്ക് മറിച്ചൊരു ചിന്തയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവർ ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നുള്ള ചർച്ചകൾ പോലും BJP ക്യാമ്പിൽ തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും ലക്ഷ്മി, തീർച്ചയായും. കാരണം ഇന്ന് വൈകിട്ട് 7:30 കൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ ദേശീയ ആസ്ഥാനത്ത് വരുന്നുണ്ട്. അത് തന്നെ കാരണം ഏത് തെരഞ്ഞെടുപ്പിലും ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞു 7:30 കൂടി അദ്ദേഹം അവിടെ എത്തും എന്നുള്ളത്. അത് തന്നെ ഏറ്റവും വലിയ ലക്ഷണമാണ്. BJP അധികാരത്തിലേക്ക് പോകുന്നു. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളത്. അതെന്തായാലും ഉടൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. 45 സീറ്റുകളിലേക്ക് എത്തുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിലേക്ക്, കേവല ഭൂരിപക്ഷവും കടന്ന് അതിൻ്റെ 9 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് കടന്ന് നല്ല ഭൂരിപക്ഷത്തിലേക്ക് BJP മാറുന്നു. അത് BJP അധികാരത്തിലെത്തുന്നു എന്ന സൂചന വളരെ വ്യക്തമായി തന്നെ BJP നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അറിയിപ്പ് കൂടി വരുന്നതോടുകൂടി എന്തായാലും BJP ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം BJP ഡൽഹിയിലേക്ക് എത്തുകയാണ്. ലിജോ, നമ്മൾ പറഞ്ഞു വന്നത് വോട്ടുകളുടെ വിഹിതം എങ്ങനെയാണത് മാറിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അല്ലെങ്കിൽ BJP എടുത്തൊരു ജോലി, രാഷ്ട്രീയമായി എടുത്ത ജോലി, ഡൽഹിയിൽ എടുത്ത പ്രവർത്തനങ്ങൾ ഒക്കെ BJPയെ സംബന്ധിച്ച് വളരെ സേഫാണ്. അവർക്ക് അവരെ 45 സീറ്റുകളിലേക്ക് എത്തുകയും ചെയ്തു. 36 ആണ് വേണ്ടത്, പക്ഷേ 45-ലെത്തി. ഞങ്ങൾ നല്ല നിലയിൽ ജയിച്ചു എന്നവർക്ക് ജനങ്ങളോടും രാജ്യത്തോടും പറയാൻ കഴിയുന്ന കാര്യമുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ഓഖ്ലയിൽ ഇപ്പം മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. മജ്ലിസ് പാർട്ടി അവിടെ കോൺഗ്രസ് 4-ാം സ്ഥാനത്തേക്ക്, OICയുടെ പാർട്ടി ഓഖ്ലയിൽ ലീഡ് ചെയ്യുന്നു.